ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബേഷ്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വാർ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ലോകത്തുള്ള എല്ലാ മുസ്ലിംസും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പാലസ്തീനിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വട്ടം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്റർനാഷണൽ ലെവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതെന്താണ് പാലസ്തീനത്തെ മുസ്ലിം മാത്രമാണോ മുസ്ലിമായി കാണുന്നത്? ചൈനയിൽ ലക്ഷക്കണക്കിന് മുസ്ലിംസിനെ കൊന്നു കളഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിംസ് എല്ലാം എന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരാത്തതെന്ന്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചൈനയിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ചൈനയിലുള്ള മുസ്ലിംസിനെല്ലാം അവിടുത്തെ ഗവൺമെന്റ് കൊന്നു കളഞ്ഞത്, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ പവർഫുൾ മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇത്ര അധികം അതായത് മുസ്ലിംസിനോട് ക്രൂരത ചെയ്തിട്ടും പിന്നെയും ചൈനയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടാത്തതും അതുപോലെ തന്നെ അവരുമായിട്ട് ട്രേഡിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം, നമ്മുടെ വീഡിയോസിന് എപ്പോഴും ലൈക്ക് കുറവായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ന്യൂസ് എല്ലാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അതായത് ചൈനയിൽ നിന്ന് ഇപ്പോൾ റീസെന്റ് ആയി വന്ന ഒരു ന്യൂസാണ്. അതായത് ചൈനയിൽ ഏകദേശം എല്ലാ മോസ്കും അതായത് മുസ്ലിം പള്ളികളും അവിടെ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ഇന്നാൾ അവസാനത്തെ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു, അതായത് ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മേലത്തെ ടോപ്പും കൂടെ തകർത്തെറിഞ്ഞിട്ട് അവരുടെ സ്റ്റേറ്റ് ബിൽഡിംഗ് പോലെ അത് മാറ്റി അതായത് റീക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ എല്ലാ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതായത് ചൈനയിലെ ഈ ഉയ്ഗുർ മുസ്ലിംസിനെ കുറിച്ച് എല്ലാവരും കൂടുതലായും ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആരും അവരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഈ ഉയ്ഗുർ മുസ്ലിംസ് എന്ന് പറയപ്പെടുന്ന ഇവർക്ക് സംഭവിച്ചത്, അതുപോലെ തന്നെ ചൈന എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലോട്ട് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഇത് അറിയണമെങ്കിൽ ഇവരുടെ ഹിസ്റ്ററി ഒന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെയും 9ാമത്തെയും സെഞ്ചുറിയുടെ മിഡിൽ അതായത് ഉയ്ഗുർ എന്ന് പറയപ്പെടുന്ന ഒരു ടർക്കിഷ് കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കിങ്ഡത്തിലാണ് ഇവരെ കുറിച്ച് ആദ്യമായി മെൻഷൻ ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് ഇത് കണ്ടിന്യൂ ആവുന്നത്. അപ്പോൾ ഈ ടർക്കിഷ് കിങ്ങിനെ അവിടെ നിന്ന് ആൾക്കാർ വന്ന് മംഗോളിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവർ ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഉയ്ഗുർ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം ആൾക്കാര് അവിടുന്ന് ഈ കിങ്ഡം ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുമെല്ലാം അവിടെ നിന്ന് വന്ന് സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തോട്ട് അവരുമെല്ലാം മാറി വരുന്നു. അപ്പോൾ ഈ സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന അതായത് ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ പ്രൊവിൻസിൽ ഒന്നാണ് അതായത് ഈ സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ തുടക്കകാലത്തിൽ ഈ ഉയ്ഗുർ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം ആൾക്കാർ 3 മതങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒന്ന് സൊറോസ്ട്രാനിസം, രണ്ടാമത്തെ ക്രിസ്ത്യാനിറ്റി, മൂന്നാമത്തെ വന്നിട്ട് ബുദ്ധിസം. അപ്പോൾ ഈ 3 മതങ്ങളിലുള്ള ആൾക്കാർ മാത്രമേ ഈ ഉയ്ഗുർ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 10ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോഴാണ് അവിടെ മുസ്ലിം ആൾക്കാർ പോവുകയും അവിടുന്ന് മെല്ലെ അതായത് ഈ 3 മതത്തിലുള്ള ആൾക്കാരെയും കൺവേർട്ട് ചെയ്ത് ഏകദേശം പിന്നെ മെജോറിറ്റി ആൾക്കാരും ഈ മുസ്ലിംസ് ആയി മാറുകയായിരുന്നു 10ാമത്തെ സെഞ്ചുറി ആയപ്പോൾ. പിന്നെ 18, 19 സെഞ്ചുറി ആ ഒരു കാലഘട്ടങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ക്യുങ് എന്ന് പറയപ്പെടുന്ന രാജഭരണത്തിലോട്ട് വരുന്നു. അവരുടെ കീഴിലായിരുന്നു ഇവർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതായത് അദ്ദേഹം ഈ ഇസ്ലാമുമായിട്ട് അതായത് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഇവർ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷെ കുറെ അധികം അഡ്വാൻറ്റേജ് അദ്ദേഹം അതായത് വലിയ രീതിയിൽ നിന്നും തന്നെ അദ്ദേഹം ഇവരെ കഷ്ടപ്പെടുത്താൻ നിന്നില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ നടുക്ക് തന്നെ ഈ സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം കുറെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചതാണ്. അപ്പോൾ അവര് കുറെ ആൾക്കാർ ഒരു വട്ടം ആക്രമിച്ച് കൈവെക്കും, പിന്നെ അവർ വിട്ടിട്ട് ആ ഒരു സ്ഥലം വിട്ട് വേറെ ആൾക്കാർ പോകും. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരുന്നതാണ്. അങ്ങനെ 20ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പബ്ലിക് ഓഫ് ചൈന അവർ മൊത്തമായിട്ടും ഇത് കയ്യിലെടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നു, പിന്നെയും അവർ കയ്യിലെടുക്കുന്നു. ഇങ്ങനെ കുറേ അധികം ഹിസ്റ്ററിയിൽ ഇങ്ങനെ മാറി മാറി സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ക്ലിയർ ആയിട്ട് ഹിസ്റ്ററിയിൽ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല, അതായത് അവിടെയും ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. അങ്ങനെ 20ാമത്തെ സെഞ്ചുറി അതായത് ചൈനയുടെ കയ്യിലോട്ട് ഇത് എത്തുന്നു. 20ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ചൈന ആദ്യം ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ട് പിന്നെയും അവർ ആക്രമിച്ചെടുത്താണ്. ഇന്നത്തെ ചൈനയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ചൈന ഒരിക്കലും കൊടുക്കാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ഈ സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് നിറഞ്ഞ ഒരു സ്ഥലവും കൂടിയാണ് ഇത്. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ചൈന ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിൽ ഒരു പ്രൊവിൻസ് ഇതും തന്നെയാണ്, അതായത് ഈ സിൻജിയാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം. ഇതാണ് ഇതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അപ്പോൾ ഇപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം, എന്തുകൊണ്ടാണ് ചൈന ഇവിടെയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം മെജോറിറ്റിയുള്ള ജനങ്ങളെല്ലാം വെറുക്കുന്നത്? ഇവരെ എങ്ങനെയാണ് ചൈന കൊന്നുകളഞ്ഞത്? അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇവരെ വെറുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് ആയ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി ആയിട്ട് ഇമ്പോർട്ടൻസ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയറ്റി അയക്കാനും അതുപോലെ തന്നെ എന്ത് സ്ഥാനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഏറ്റവും കൂടുതൽ നല്ലൊരു സ്ഥലം കൂടിയാണ് ചൈനയ്ക്ക് ഇത്. അതായത് അത് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയും ചൈനയും പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അത് നടക്കാത്തതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ ഒരു സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെയുള്ള ജനങ്ങളിൽ പലരും ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് രാജ്യം വേണം, അതായത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അതൊരു വലിയൊരു പ്രശ്നമാണെന്ന് ചൈനയ്ക്ക് അറിയാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ചൈന ഇവിടെയുള്ള ജനങ്ങളുടെ വോയിസ് പരമാവധി അടക്കി വെക്കാൻ ശ്രമിച്ചു.
രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ എക്സ്ട്രീമിസ്റ്റ് കൂടുതലായും വളരാൻ തുടങ്ങി. അതായത് 9/11 അറ്റാക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും അതായത് സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് എല്ലാം ഫോം ചെയ്ത് അവിടെയുള്ള ഗവൺമെന്റിനെതിരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഈ 9/11 അറ്റാക്കിന് ശേഷം പല അതായത് തീവ്രവാദി സംഘടനകളും ഇവിടെ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ചൈന ഗവൺമെന്റിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അവരെപ്പോഴും അവരുടെ ഗവൺമെന്റിന്റെ താഴെയായിരിക്കും അവിടുത്തെ ജനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഗവൺമെന്റിനെതിരെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടെ കുറെ ഗ്രൂപ്പ്സ് എല്ലാം ഫോം ചെയ്ത് അത് ചൈന ഗവൺമെന്റ് തന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർ ഒബ്വിയസ്ലി ഇതിനെയും ഹേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൾച്ചറൽ ഡിഫറൻസ്. അതായത് ചൈനയിൽ മാക്സിമം കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പോൾ അവിടെയുള്ള മറ്റു മതത്തിന് തന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ് അതായത് ചൈനയിൽ. അതായത് അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ആ ഗവൺമെന്റ് പറയുന്നതായിരിക്കും എല്ലാം അനുസരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അതായത് ഈ മുസ്ലിംസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു മെജോറിറ്റി ആൾക്കാർ അതായത് ഗവൺമെന്റിനെതിരെ ഓരോ സ്റ്റെപ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ ഒരു മതത്തിനുമായിട്ട് അത്രയധികം താല്പര്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് അതായത് ചൈനീസ് ഗവൺമെന്റും ഇസ്ലാമുമായിട്ട് അധികം റിലേഷനിലല്ല എന്നാണ് പലരും പറയുന്നത്. അതായത് അവരവരുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിന് മാത്രമാണ് ഇപ്പോൾ ഇസ്ലാം രാജ്യവുമായിട്ട് അവർ കൈകോർക്കുന്നത്. അല്ലെങ്കിൽ ചൈന ഗവൺമെന്റിന് അത്രയധികം റിലേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ചൈനയിൽ. അപ്പോൾ ഇതും ഒരു കാരണമാണ് എന്നാണ് പറയുന്നത്. ഇനി ചൈന എങ്ങനെയാണ് ഇവരെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മാക്സിമം പാർട്ടുള്ള ആൾക്കാരെല്ലാം കൊന്നൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിന് 3 മെത്തേഡാണ് അവർ കയ്യിലെടുത്തത്. ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതായത് റീ എഡ്യൂക്കേഷൻ സെന്റർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലത്തെ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ക്യാമ്പുകൾ എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഹിറ്റ്ലറിന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് ഹിറ്റ്ലർ കൊണ്ടുവന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് എല്ലാ ജൂതന്മാരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവർ കൊല്ലുക. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് പറ്റാത്ത രീതിയിൽ വലിയ വലിയ അടിമപ്പണികൾ കൊടുക്കുന്നു. അപ്പോൾ അവർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, അതായത് ദേഹപരമായിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലും. ഇങ്ങനെയുള്ള ക്രൂരമായ സംഭവങ്ങളായിരുന്നു ഇവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ബർത്ത് കൺട്രോൾ. അതായത് അവിടെയുള്ള ഉയ്ഗുർ മുസ്ലിംസിനെല്ലാം തന്നെ ഇവർ ബർത്ത് കൺട്രോൾ അതായത് നിർബന്ധമായിട്ടും ഒരു കുടുംബമാണെങ്കിൽ ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയുള്ള കർശനമായ നിയമം അവർ ഇമ്പോസ് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വന്ന് പണിയെടുക്കുന്ന ഇവർക്കെല്ലാം തന്നെ നിസ്കരിക്കാനോ അങ്ങനെയുള്ള പെർമിഷൻ ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയും അവർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള മേജർ മുസ്ലിം പള്ളികളെല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് മേജർ മുസ്ലിം പള്ളികളെല്ലാം തന്നെ ഈ ഒരു വർഷത്തോടു കൂടി ചൈന തകർത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അവസാനത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയടക്കം തകർത്തെറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയും അവർ അതായത് ഇങ്ങനെ ഒരു ഇസ്ലാം എന്ന് പറയപ്പെടുന്ന അതിന്റെ ഐഡന്റിറ്റി പോലും ഇല്ലാതെയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രമാത്രം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അതായത് മുസ്ലിം രാജ്യങ്ങളൊന്നും ഒരു അക്ഷരം മിണ്ടാത്തത്? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ സൈലന്റ് തന്നെയാണ്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഏകദേശം അതായത് അമേരിക്കൻ ഏജൻസിന്റെ എല്ലാം റിപ്പോർട്ട് അനുസരിച്ച് 10 ലക്ഷം to 20 ലക്ഷം ആൾക്കാരെയാണ് ചൈന ഈ ഉയ്ഗുർ മുസ്ലിംസ് എന്ന് പറയപ്പെടുന്ന അവരെ മൊത്തം ഇല്ലാണ്ടാക്കിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഇല്ലാണ്ടാക്കിയിട്ടും ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ചൈനയോട് മിണ്ടാത്തതെന്ന് വെച്ചാൽ അതായത് ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും തന്നെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അതായത് ചൈനയിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ അവരുടെ രാജ്യത്തോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയാണ് ഈ മുസ്ലിം രാജ്യത്ത് നിന്ന് പല സ്ഥലത്തു നിന്നും അവരുടെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അപ്പോൾ ചൈന പോലെ വലിയ പാർട്ട്ണർ മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടമാണ് അവർക്കറിയാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ അറബ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കുമായിട്ട് അത്ര സ്ട്രോങ് റിലേഷൻ അല്ല. അപ്പോൾ അമേരിക്കനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു സ്ട്രോങ് അലൈ വേണം. ഏറ്റവും കൂടുതൽ അവർക്ക് അനുയോജ്യമായി നിൽക്കുന്നത് അതായത് ഒന്നെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന. അപ്പോൾ റഷ്യ ഇപ്പോൾ ഒരു വാർ ഉള്ളതുകൊണ്ട് തന്നെ ചൈന ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് കരുതിയിട്ടുമായിരിക്കും ഇവർ മിണ്ടാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ സൈലൻസിനുള്ള മറുപടി ഇതുവരെയും ഇതൊരു കൃത്യമായിട്ടില്ല. പക്ഷേ ഇത് എക്സ്പേർട്സ് എല്ലാം തന്നെ ഊഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.